എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എൽദോസിന്റെ മൃതദേഹം സംഭവസ്ഥലത്തു നിന്നും നീക്കി ഏതാണ്ട് 8 മണിക്കൂറോളം നടന്ന പ്രതിഷേധത്തിന് ശേഷമാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയത്. എറണാകുളം ജില്ലാ കളക്ടർ നാട്ടുകാരുമായി സംസാരിച്ചു നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് തൽക്കാലം സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തൊരവസ്ഥയാണ് ആലോചിച്ചത്. ന്യായമായ വിവരങ്ങളുമായി സാരംഗ് ചേരുകയാണ്. സാരംഗി സൂചിപ്പിച്ചതുപോലെ എൽദോസിന്റെ മരണം അങ്ങേയറ്റം അധികൃതരുടെ അനാസ്ഥ കൊണ്ടുണ്ടായ ഒരു മരണം എന്നതുകൊണ്ട് തന്നെ അങ്ങേയറ്റം ദാരുണമാണ്. നമുക്ക് അത് സഹിക്കാവുന്നതും അനുവദിക്കാവുന്നതിനും അപ്പുറമുള്ളതാണ്. നാട്ടുകാർ പലതവണയായി ആവശ്യപ്പെട്ടതാണ് ഫെൻസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ. എന്നിട്ടും അതിനു നേരെ കണ്ണടയ്ക്കുകയായിരുന്നു, അതിൻ്റെ ഇരയാവുകയായിരുന്നു എൽദോസ്. ഇപ്പോൾ ഈ നാട്ടുകാരുടെ സംഘർഷമടക്കം എങ്ങനെയാണ് ഒതുക്കി തീർത്തത്? തീർച്ചയായും സ്വപ്ന, ഇത്തരത്തിലൊരു അപകടം പ്രധാനമായും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയെ തുടർന്ന് തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്രയും രീതിയിലുള്ള ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് നാട്ടുകാരടക്കം കടന്നത്. സോളാർ ഫെൻസിംഗ് സംവിധാനം അതുപോലെ തന്നെ മറ്റു സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഈ പ്രദേശത്ത് വേണമെന്നത് നാട്ടുകാരുടെ വർഷങ്ങളായുള്ള ആവശ്യമായിരുന്നു. എന്നാൽ ഇത്തരത്തിലൊന്നും ഒരു തരത്തിലുള്ള നടപടികളുമായി അധികൃതർ മുന്നോട്ട് നീങ്ങിയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം എൽദോസ് എന്ന യുവാവിന് ഉണ്ടായത്. നിലവിൽ ഇന്നലെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കൊടുവിൽ 8 മണിക്കൂറുകൾക്കൊടുവിൽ പുലർച്ചെ 2 മണിയോടുകൂടിയിട്ടാണ് എൽദോസിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനും മറ്റ് നടപടിക്രമങ്ങൾക്കും വേണ്ടി വിട്ടു നൽകുന്നത്. നാട്ടുകാരുടെയും പ്രദേശവാസികളുടെയും നേതൃത്വത്തിൽ വലിയ ഒരു പ്രതിഷേധം തന്നെയായിരുന്നു നടന്നിരുന്നത്. സംഭവ സ്ഥലത്തെത്തിയ എം എൽ എയും അതുപോലെ തന്നെ ജില്ലാ കളക്ടറെ അടക്കം നാട്ടുകാർ പ്രതിഷേധിച്ചു, തടഞ്ഞു വെച്ച് പ്രതിഷേധിച്ചു. അതുപോലെ തന്നെ നിലവിൽ സമരം അവസാനിപ്പിച്ചതും അതുപോലെ തന്നെ മൃതദേഹം വിട്ടു നൽകിയതും ഇത്തരത്തിൽ കളക്ടറുടെ അടിസ്ഥാനത്തിലാണ്, ഉറപ്പ് നൽകിയ അടിസ്ഥാനത്തിലാണ്. അതായത് 10 ലക്ഷം രൂപ പറഞ്ഞതുപോലെ നൽകിയിട്ടുള്ളത്. ഈ ട്രെഞ്ചുകളുടെയൊക്കെ ഒരു ആവശ്യം നാട്ടുകാർ വളരെ മുൻപ് തന്നെ ഉന്നയിച്ചിരുന്നതാണ്. ഇപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നിർമ്മാണം ഇന്ന് തന്നെ തുടങ്ങുമെന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. തീർച്ചയായും ട്രെഞ്ചുകളുടെയും അതുപോലെ തന്നെ ഈ സോളാർ ഫെൻസിംഗ് സംവിധാനം, സോളാർ വേലി, അതുപോലെ തന്നെ ഈ പ്രദേശത്തെ തെരുവുവിളക്കൾ തുടങ്ങിയ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളുടെയും പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ഏറ്റവും അടുത്ത ദിവസം തന്നെ ആരംഭിക്കും എന്ന് തന്നെയാണ് നിലവിൽ ജില്ലാ കളക്ടറും മറ്റ് അധികൃതരും അറിയിച്ചിട്ടുള്ളത്. എന്തു തന്നെയായാലും നിലവിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരിക്കുകയാണ്. ഈ സംഭവ സ്ഥലത്ത് ഇന്ന്, അതായത് കുട്ടമ്പുഴയിലും അതുപോലെ തന്നെ കോതമംഗലത്തും ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും നാട്ടുകാരുടെ നേതൃത്വത്തിലും വലിയ പ്രതിഷേധമാണ് നടക്കാനിരിക്കുന്നത്. സ്വപ്ന.